89.6 FM Sargakshetra. ഉയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ആന്റണി ജോയ് സാറാണ്. സാർ നമ്മുടെ ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ തന്നെ ലൈഫ് കോച്ച്, ഓതർ, ഇങ്ങനെ കുറേയധികം പൊസിഷൻസിന് അലങ്കരിക്കുന്ന ഒരു പേഴ്സണാണ്. സാർ, ഞാനും ഇപ്പൊ ഒരു ചെറിയ ക്ലാസ്സിൽ വന്ന പോലൊരു ഫീൽ വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, ഇത് എനിക്ക് നല്ല സുഖമുണ്ട്. കാരണം ഇതിങ്ങനെ കേൾക്കുമ്പോഴേ നമുക്കൊരു എന്റെ മെന്റൽ ഹെൽത്തിനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സലാം കാശ്മീർ മൂവിയിലെ നമ്മുടെ ജയറാമേട്ടന്റെ ആ ഒരു മാത്രമല്ല, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ വളരെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. നമ്മൾ എന്തുണ്ടെങ്കിലും അത് ഒതുക്കി ആൾ അഹങ്കാരിയായി പോകും. നമ്മൾ തുറന്നു പറയൂ സത്യത്തിന്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിലല്ലാതെ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യത്തിൽ ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക, താങ്ക് യു പറയുക എന്നുള്ള സാധനങ്ങൾ വളരെ എല്ലാവരും അങ്ങനെ നല്ല കേട്ടോ. ഞാൻ പറയുന്നത് വളരെ കുറവാണ്. ഒരു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്ന് നോക്കും, എന്നെ കളിയാക്കിയതാണ്, നല്ലതാണ്. കാരണം വളരെ റെയറായിട്ട്. അപ്പം ഇത് കൂട്ടുമ്പോൾ ഒരു ഗുണം എന്താ പറയുക, അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴും അപ്രിസിയേഷൻ കിട്ടുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ. പിന്നെ നമ്മൾ കൈയടിക്കുമ്പോൾ വെറും ബ്ലഡ് പ്രഷർ മാത്രമല്ല, ഈ നമുക്കൊരു കൈയടി കിട്ടുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടുന്നതിന് കാരണം ഈ ഡോപ്പമൈൻ റഷാണ്. അപ്പൊ എന്റെ ഡോപ്പമിൻ കൂട്ടുന്നതിന് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ ഡോപ്പമൈൻ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മളിപ്പോ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒരുപാട് സാറിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് NLP എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമ്പ്, ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ അവരുടെ ലൈഫേ മാറുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ? അങ്ങനെ ഏതെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാമോ? എത്ര വേണേലും പറയാം, പക്ഷെ ഒരു കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഒരാളുടെ പേര് പറയില്ല, ഐഡന്റിറ്റി പറയില്ല, ഒന്നും പറയില്ല. അതില്ലാതെ തന്നെ എത്രയോ പറയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ തന്നെ വരുന്ന ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബാച്ചുകളിലും ഫസ്റ്റ് വരുന്ന ആളുകൾ തന്നെ പറയും അവരുടെ മാറ്റങ്ങൾ. അങ്ങനെ എല്ലാ ബാച്ചിലും എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താ വെച്ചാൽ വന്നതിൽ ഒരാൾ പോലും എനിക്ക് നഷ്ടമായി പോയി എന്ന് പറഞ്ഞാൽ ഒരാളും ഇല്ല. അതൊരു സന്തോഷം. ഇനി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തി ആണോ പെണ്ണോ എന്ന് പോലും അവിടെ രസമായിട്ടിരിക്കട്ടെ, ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റാൻ ആളുകളെ നിർത്തിയൊക്കെ ഇങ്ങനെ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾ മിണ്ടുന്നില്ല. ഒന്നിങ്ങനെ ഒരു വാക്കെന്തെങ്കിലും മിണ്ടും. അപ്പം അടുത്ത് നിന്നിട്ട് സംസാരിക്കും. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയും നിർബന്ധിച്ചാൽ ഞാൻ ക്യാമ്പിൽ നിന്ന് പോവും, എനിക്ക് ബുദ്ധിമുട്ട്. കാരണം അത്രയും ഡിഫിക്കൽട്ടി ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞാൽ ഓക്കെ, നമുക്കൊന്ന് പാമ്പർ ചെയ്ത് ഇങ്ങനെ കൊണ്ട് പോകണമല്ലോ. അങ്ങനെ പാമ്പർ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു. സെക്കൻഡ് ഡേ ഒരു ഹീലിങ്ങിൻ്റെ സെഷനൊക്കെ കഴിഞ്ഞു. ഈ ഹീലിങ്ങിൻ്റെ സെഷൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഹീലിങ്ങിൻ്റെ സെഷനൊക്കെ കഴിഞ്ഞു. ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് മിറക്കിൾ സംഭവിച്ചത്. വെറുതെ ഒരു 1/2 മണിക്കൂർ സമയം കൊടുത്തു ആൾക്കാർക്ക് എന്തെങ്കിലും പാട്ട് പാടാനോ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ബ്രേക്ക് അവിടെ ഹാളിൽ തന്നെ, പുറത്തേക്ക് വിട്ടിട്ടല്ല, ഹാളിൽ തന്നെ. അപ്പോൾ ആളുകളൊക്കെ ഒന്ന് മൈക്കെടുത്ത് പാട്ട് പാടുന്നു. ഒരാൾ വന്ന് പാട്ട് പാടി ഒരു 4 പേര് കഴിഞ്ഞപ്പോൾ സ്റ്റക്കായി, എനിക്ക് ലിറിക്സ് അറിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പം ഈ പ്രസംഗിക്കാൻ പേടിയാണ്, സ്റ്റേജിൽ കയറാൻ പേടിയാന്ന് പറഞ്ഞ ആൾ ബാക്കി എനിക്കറിയാമെന്ന് പറഞ്ഞ് ആൾ കയറി വന്ന് പാട്ട് പാടിയിട്ട് ഇറങ്ങിപ്പോയി. ഞങ്ങൾ കണ്ണ് നിറഞ്ഞൊരു മൊമെൻ്റാണ്. അതുപോലെ തന്നെ അമ്മ എന്ന് കേട്ടാൽ കരച്ചിൽ വരുന്നൊരു ആളുണ്ടായിരുന്നു. 36 വർഷം മുമ്പ് അമ്മ മരിച്ചു പോയതാ. ഓക്കെ, അപ്പൊ ഏജ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്നുള്ള സത്യമായി. പക്ഷെ ഇത് എത്ര പ്രായമുള്ള ആളാണെന്ന് നമുക്കറിയില്ലല്ലോ. 36 മുകളിലുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഒരുപാട് റിഗ്രറ്റ് ഉള്ളിൽ കിടപ്പുണ്ട്. അമ്മയോട് ഇത് പറയാൻ പറ്റില്ല, അമ്മയോട് ഇത് ചെയ്യാൻ പറ്റില്ല, ഈ സാഹചര്യത്തിൽ അമ്മ കൂടെ ഇല്ല. അമ്മ എന്നുള്ള വാക്ക് കേട്ടാൽ അപ്പം തന്നെ ടെൻഡറാവും, കണ്ണ് നിറയും, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. തെറപ്പി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ടെസ്റ്റിമോണിയിൽ പോലെ പല ബാച്ചിലും വന്ന് പുള്ളിക്ക് പറയും എന്ന് വെച്ചിട്ട് അമ്മ മരിച്ചത് അമ്മ തിരിച്ചു വന്നിട്ടില്ല. അമ്മ മരിച്ചതാണ്, ഫാക്ട് ഈസ് ഫാക്ട്. അത് റിവേഴ്സ് ചെയ്യാൻ ഒരു വകുപ്പുമില്ല. പക്ഷേ ആളത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഇതാണ് സംഭവിക്കുന്ന മിറക്കിൾ. വളരെ കൂളായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ വേറൊരു വ്യക്തി പ്രോഗ്രാമിന് വന്നു, ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്ന ഒരാളാണ്. വന്ന് തിരിച്ചു പോയി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ സ്ഥാപനത്തിൽ എനിക്കൊരു പ്രോഗ്രാമിന് വേണ്ടി പോകേണ്ടി വന്നു. അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടുന്നത് ആള് കംപ്ലീറ്റ് മാറി. പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ മുഖത്തുള്ള ഗ്രേസ്, ഇത് വെറുതെ ഒരു കച്ചവട താല്പര്യത്തിനോട് പറയുന്ന ഒരു കാര്യമല്ല. നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ ഇപ്പം എനിക്ക് ഒരാളെ പറ്റിക്കാനുള്ള സമയം, അതായത് നോളജ് ലെവലിൽ പറ്റിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ അവർ ആ ബ്രൗസർ എടുക്കുന്നത് വരെയുള്ളൂ. പണ്ടാണെങ്കിൽ സമയമുണ്ട്, കാരണം ഡോക്ടർ തീസിസ് ഒക്കെ ഏതെങ്കിലും ലൈബ്രറിയിലായിരിക്കും, ഇത് പോയി തപ്പാനുള്ള സമയമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം ഈ കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ജസ്റ്റ് ആ കേട്ടോണ്ടിരിക്കുമ്പോൾ ഫോണിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി മനസ്സിലാവും. കാരണം അത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ
ജെനുവിനായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ഒരു ട്രെയിനിങ്ങിന് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഈ ടെക്നിക്കുകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ടൊരു പാട്ട് കേൾക്കുക, ഒന്ന് സ്വസ്ഥമായിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം ആർട്ട് ഓഫ് ഈറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയാറില്ല, കാരണം ഫോണിലാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക, ഫാമിലിയുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യുക, ഫോൺ ഗാഡ്ഗറ്റ്സിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഒന്നൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, മുറ്റത്ത് ഇറങ്ങി ഒന്ന് നടക്കാൻ പറ്റുക. അങ്ങനെ നമ്മളൊന്ന് ഇത്തരം ചെറിയ 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 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ് റിലീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, മൈൻഡ്ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചേഞ്ച് മനസ്സിലാവും. ഒരു ക്യാമ്പിന് നിങ്ങൾ പോകണമെന്ന് പറയില്ല, അതായത് പോയാലേ പറ്റൂന്നല്ല. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അലാറം വെച്ചിട്ട് 6 പ്രാവശ്യം സ്നൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി നീഡ് സം ഹെൽപ്പ്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പൊ സാറിന് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. മുൻപിലിരുന്ന് സംസാരിക്കുന്ന ഒരു പേഴ്സൺ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ല, അതിൽ നമുക്ക് നമ്മുടെ തോട്ട് പാറ്റേണിലും പ്രോബ്ലം ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നെഗറ്റീവ് ഹാബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ മോള് ഉദാഹരണത്തിന് ഇപ്പൊ വൈകി എഴുന്നേക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആണ് എപ്പോഴുള്ള ചിന്ത എന്തായിരിക്കും? എനിക്ക് വൈകി എഴുന്നേൽക്കാൻ മാറ്റണമല്ലോ, അത് മോശമാണല്ലോ, അത് മോശമാണല്ലോ. ഈ ഹാബിറ്റ് കൂടും. അതാണ് എൻ്റെ പ്രശ്നം. അതിൻ്റെ ഒരു കാര്യം ചെയ്തൊന്ന് ചുമ്മാ ഒന്ന് കണ്ണടച്ചിട്ട് വേറെ ഒന്നുമില്ല, രഹസ്യങ്ങളൊന്നും പുറത്താക്കൂല. അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ കൂടി ഉണ്ട്. കണ്ണടക്കുന്നതിന് അത് പറയാം, NLPക്ക് വന്നാൽ ആളുകൾ രഹസ്യങ്ങൾ പുറത്താക്കും, മനസ്സ് വായിക്കും. അതൊന്നും സംഭവിക്കില്ല കേട്ടോ. പിന്നെ ബേസ്ഡ് ഓൺ ദ എന്താ പറയുക ക്വാളിറ്റി ഓഫ് എ ട്രെയിനർ. അപ്പോൾ കത്തി ഉപയോഗിച്ച് നമുക്ക് കുത്തിക്കൊല്ലാനും പറ്റും, പച്ചക്കറി എരിയാനും ഉപകാരപ്പെടും. അപ്പം ഇത് ഹിപ്നോസിസ് ഒക്കെ ഉപയോഗിക്കുന്നത് അത് എത്തിക്സ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്. ഓക്കെ, കണ്ണടച്ചിരിക്കുവാണല്ലോ അല്ലേ, എന്തായാലും പറഞ്ഞേക്കാം. എന്ത് വേണേലും നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, എതിലെ വേണേ പൊക്കോ, ഞാൻ ചോദിക്കില്ല. മനസ്സുകൊണ്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, നോ ഇഷ്യൂസ് ഫോർ ദാറ്റ്. ഒരു കാരണവശാലും ഒരു മൊബൈൽ ഫോൺ കാണരുത്. മനസ്സിൽ ഒരു മൊബൈൽ ഫോണിന്റെ പിക്ചർ വരരുത്. ഒരു മൊബൈൽ ഫോണിനെ പറ്റി ഞാൻ പറയുന്ന എല്ലാം കേൾക്കണം. ഒരു മൊബൈൽ ഫോണിനെ പറ്റി ചിന്തിക്കുകയോ ചിത്രം കാണുകയോ ഒന്നും ചെയ്യരുത്. ആ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ഒരു നീല കളറായിട്ട് മാറുന്നത് കാണരുത്. അതിലൊരു ഡ്രോപ്പ്, ഒരു റെഡ് ഡ്രോപ്പ് ഇങ്ങനെ വീഴുന്നതായിട്ടും കാണരുത്. ഓക്കെ, ഒന്ന് കണ്ടോർത്തേക്ക്. എനിക്ക് മനസ്സിലായി എന്താ കണ്ടേ? ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ കണ്ടു. വേറെ എന്ത് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറഞ്ഞു. അതുവരെ മൊബൈൽ ഫോൺ കണ്ടോ? ഇല്ല. ആ ഫോണിൽ കണ്ടപ്പോ പലതരം പിക്ചർ കണ്ടു കാണും. നീല കളർ സ്ക്രീൻ കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ സമയത്ത് ആ സ്ക്രീൻ അതേപടി നീലയായി. ആ നീലയിൽ ഒരു ചുമപ്പ് കളർ വന്നില്ലേ? അതെ, ഒരു ഡ്രോപ്പ് വീണ്. കാരണം ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരും. പക്ഷെ നമ്മൾ ഈ പറയുന്ന കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ സമയത്തിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക നീല കളർ കാണരുത്, നീല കളർ. അപ്പൊ എന്നെ പറയും, ഒന്നും മിണ്ടാണ്ടിരുന്നൂടെ? ശരിയല്ലേ? സെയിം വേ നമ്മൾ ഈ പറയുന്നൊരു കാര്യം ഞാനിതേ പറയുന്നുള്ളൂ. നിങ്ങൾക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിർത്ത്. അപ്പം മനസ്സിൽ എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് തീരുന്നല്ല. നിങ്ങളൊരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാലിറ്റി എടുക്കുക. എന്താ എൻ്റെ പ്രശ്നം? ഞാൻ വൈകി ഓഫീസിൽ നിന്നാണ് എൻ്റെ പ്രശ്നം. അപ്പം എന്താ ചെയ്യണ്ടേ? നേരത്തെ ഓഫീസിലെത്തണം. അപ്പം ഇനി മുതൽ എന്ത് ചെയ്യണം? ചിന്ത എന്ത് വേണം? ഞാൻ നേരത്തെ ഓഫീസിലെത്തും. വൈകി എത്തൂല എന്നല്ല പറയണ്ടേ. ചേഞ്ച് വരുത്തണം. തിങ്ക് ചെയ്യുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതേ മനസ്സിന് ഇല്ല ഉണ്ട് പ്രോസസ്. നേരത്തെ പറഞ്ഞില്ലേ, ആനയെ കാണരുതെന്ന് പറഞ്ഞാൽ എന്ത് കാണും? ആനയെ കാണും. ഓരോന്നും നമ്മള് എന്താ പറയാ എലാബറേറ്റ് ചെയ്ത് കാണും. അപ്പം വൈകി എത്തരുതെന്ന് പറഞ്ഞാൽ നമ്മൾ വൈകി എത്തുള്ളൂ. ദാരിദ്ര്യത്തെ പറ്റി ചിന്തിച്ചാൽ നമ്മൾ ദാരിദ്ര്യത്തിലെത്തും. രോഗത്തെ പറ്റി ചിന്തിച്ചാൽ രോഗത്തെ പറ്റിയാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഭയങ്കര പവർ ഉണ്ട്. നമ്മൾ അത് അറിഞ്ഞ് ചെയ്യുന്നു പറയും. ഇപ്പം ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം പോയിസണസ് വാട്ടർ എന്ന് വിചാരിക്കാം. ഞാൻ അറിയാതെ എടുത്ത് കുടിച്ചതുകൊണ്ട് മരിക്കാതിരിക്കില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടല്ലോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതിനിവിടെ പ്രാധാന്യമൊന്നുമില്ല. നമ്മൾ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത്, നെഗറ്റീവായിട്ടോ ചിന്തിക്കുന്നത്, നമ്മുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. റിസൾട്ട് ഉണ്ടാവും അവിടെ. അപ്പോൾ നെഗറ്റീവ് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. ഒരു പ്രകൃതി നിയമമാണ്. എന്താണ്? എൻട്രോപ്പി എന്ന് പറയും, ലോ ഓഫ് എൻട്രോപ്പി. അതായത് ഡിസ്ട്രക്ഷനിലേക്കും ക്രമരാഹിത്യത്തിലേക്കും ലോകം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് സാധനം ഇപ്പോൾ ഒരു ആപ്പിൾ വാങ്ങി വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 3-4 ദിവസം അങ്ങനെ ഇരുന്ന് പിന്നെ ഡീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത് സാധനവും നാശത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഏജ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇതിലേക്ക് ഇങ്ങനെ കയറുന്ന ഇങ്ങനെ എന്താ സംഭവിക്കണേ? വെറുതെ ഇരുന്ന മണ്ണ് എന്ത് സംഭവിക്കും? കാട് പിടിച്ചു. ഒരിക്കലും വെറുതെ ഇട്ടൊരു വയൽ 6 മാസം വെറുതെ കിടന്നു, നെൽവയലായി എന്ന് ഒരത്ഭുതം എവിടെയും കണ്ടിട്ടില്ലല്ലോ. ദ സെയിം വേ മനസ്സ് വെറുതെ കിടന്നു കഴിഞ്ഞാൽ ഈ എൻട്രോപ്പിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പേർപ്പസ്ഫുള്ളി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണെങ്കിൽ കേൾക്കുന്നതും കാണുന്നതും സ്പർശിക്കുന്നതും ഭക്ഷിക്കുന്നതും 5 ഇന്ദ്രിയങ്ങളോട് വരുന്ന സാധനങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ, അതാണ് ഈ സന്യാസത്തിലൊക്കെ ഇന്ദ്രിയ നിഗ്രഹങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ ഒക്കെ റീസൺ. സന്യാസികൾ മാത്രമല്ല, നമ്മളൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നത് മുഴുവൻ വയലൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ക്യാരക്ടറിൽ വയലൻസിന്റെ ഇമ്പോർട്ടൻസ് കൂടും.
സത്യമാണ്. നമ്മൾ കേൾക്കുന്നത് മൊത്തം കമ്പാഷൻ നിറഞ്ഞ കഥകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാരക്ടർ ആ ഒരു രീതിയിലേക്ക് മാറും. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതാണ് പ്രധാനമായും. എന്തായാലും ചെറിയൊരു കോഴ്സ് എനിക്കും കിട്ടി. ആ ഒരു സന്തോഷത്തിൽ നമുക്കൊരു പാട്ടിലേക്ക് അങ്ങോട്ട് പോയേക്കാം. പാട്ടിന് ശേഷമാണ് ഇനി മറ്റ് വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. കൂടെയുള്ള തന്നെയാണ് ഒപ്പം നമ്മുടെ ആന്റണി സാറും. അദ്ദേഹം ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ചും ഓത്തറുമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ പറ്റി, ഈ ഒരു മേഖലയെ പറ്റി നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടോ ഈ ഒരു മേഖലയിലേക്ക്. ഞാനും ആക്ച്വലി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. കുറച്ച് മുൻപ് ഒരു എക്സ്പീരിയൻസ് കിട്ടിയോണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനി മറ്റൊരു കാര്യത്തിലേക്ക്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ എപ്പോഴും പറയുമല്ലോ, ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന്. ഒരു നല്ല സൈഡ് ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ NLPനെ പറ്റി കുറേയധികം തെറ്റിദ്ധാരണകൾ ജനറലി പലരും പറയാറുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്യൂഡോ സയൻസ് ആണ് NLP എന്നുള്ളത് വേറെ എവിടെയും പോകണ്ടാന്നല്ലേ. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സ്യൂഡോ സയൻസ് ആണെന്നും, അതുപോലെ ഈ ഒരു ക്യാമ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നു, കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അപ്പോൾ വളരെ രസമാണ്. എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ക്യാമ്പിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, കാരണം നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം പലരും ക്യാമ്പിലിരുന്ന് കരയുന്നതായിട്ടോ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടോ ആക്ടിവിറ്റികളൊക്കെ ഇത്തരം വീഡിയോകൾ കാണുന്നതിൻ്റെ ബേസിലാവാം ഇത് പറയുന്നുണ്ടാവാം. ഞാൻ ഉറപ്പ് തരുന്നൊരു കാര്യം, നമ്മുടെ ക്യാമ്പിൽ വരുന്ന ഒരാളുടെയും ഒരു കാര്യം എവിടെയും പുറത്തു പോകില്ല. അത്രയും ഞാൻ പറയും. NLPയിൽ വേൾഡ് വൈഡ് മുഴുവൻ ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നോ മറ്റാരെയും കുറ്റം പറയാൻ ഞാൻ ആളല്ല, അതൊന്നും എനിക്ക് അറിയില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ക്യാമ്പിൽ നിന്നും ഒരു സാധനം പുറത്തു പോകില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ട്, അതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം, NLP മനസ്സ് വായിക്കുന്ന പരിപാടിയല്ല. ഹിപ്നോസിസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പം എന്നെ സമ്മതിക്കാതെ അന്നയുടെ മനസ്സിലൊരു കാര്യം നമ്മൾ എടുക്കില്ല. അത് എത്തിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതേസമയം എന്നെ പറയുകയാണ് എനിക്ക് പ്രശ്നം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇരുത്തി സംസാരിച്ചിട്ട് അത് പുറത്തെടുക്കാൻ വേണ്ടി സഹായിക്കും. അത് ഇറ്റ്സ് യുവർ എന്താ പറയുക, ബേസ്ഡ് ഓൺ യുവർ റിക്വസ്റ്റ്. അല്ലെങ്കിൽ വെറുതെ എടുത്തിട്ട് ജിംബൂം കളിച്ചിട്ട് മനസ്സ് വായിച്ച് രഹസ്യം പുറത്തുകൊണ്ടൊന്നും പരിപാടികളൊന്നുമില്ല. മൂന്നാമത്തെ കാര്യം, സ്യൂഡോ സയൻസ്. നേരത്തെ ഞാനത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരുന്നു. സൈക്കോളജി സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഇത് 2+2 എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ടോപ്പിക്, അല്ലെങ്കിൽ H2O എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മെഷർ ചെയ്ത് അല്ലെങ്കിൽ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല സൈക്കോളജി. നമുക്കറിയാം ഓരോരുത്തർക്കും ഡിഫറൻസ് ആണ്, കൾച്ചർ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്ക പോയാലും H2O എന്ന് പറഞ്ഞാൽ H2O തന്നെയാണ്, വെള്ളം തന്നെയാണ്. അമേരിക്കയിലെ വെള്ളത്തിന് 1.25 ഓക്സിജനും ഇവിടുത്തെ വെള്ളത്തിന് 3/4 ഓക്സിജനും പരിപാടിയൊന്നുമില്ല. എല്ലായിടത്തും ഇറ്റ്സ് സെയിം. ഒരേ ഒരു എന്താ പറയുക ടെമ്പറേച്ചർ ആണെങ്കിലും എൻവറോൺമെൻറ്റ് സെയിമിൽ ഏത് പരീക്ഷണം നടത്തിയാലും റിസൾട്ട് വിൽ ബി ദ സെയിം. അതേസമയം ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മളൊരു ഗ്രൂപ്പിന് നടത്തി അവർക്ക് നല്ല ഹാപ്പി ആവുന്നൊരു അറ്റ്മോസ്ഫിയർ എല്ലാം കൊടുത്ത് പിന്നെയും തിരിച്ചു വന്നിട്ട് റൂം ടെമ്പറേച്ചറിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു നിമിഷത്തെ ഇമോഷൻ പിന്നെ ഒരിക്കലും റിക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മളിപ്പം ഇന്നലെ വരെ വന്നല്ലേ, ഇന്ന് വരെ ഇരുന്ന ഞാനല്ല ഇത് കഴിയുമ്പം. കാരണം FM ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ നമ്മളിപ്പോൾ സംസാരിച്ചതിൻ്റെ എക്സ്പീരിയൻസിലേക്ക് ആഡ് ഓൺ ചെയ്തു. അപ്പം ഇനി അടുത്ത സംസാരത്തിൽ ഇപ്പം എന്നെയാണെങ്കിലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് അത് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓരോ ഇപ്പം നമുക്ക് എന്തെങ്കിലും വഴക്ക് കേൾക്കുന്നു, അതിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആയിരിക്കാം. ചിലപ്പോൾ ആ വഴക്കിൽ തന്നെ നമ്മളൊരു പാഠം ഉൾക്കൊള്ളുന്നു. കേട്ടതിന് കാരണം എൻ്റെ പെരുമാറ്റം കൊണ്ടാണ്, അത് പോസിറ്റീവായിട്ട് മാറും. എന്തും നമുക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ട് പോകും. ഈ ഇമോഷൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സൈക്കോളജി തന്നെ ഒരു സ്പെസിഫിക് സയൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കണില്ല. പിന്നെ എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. NLP ഒരു പെർഫെക്റ്റ് സാധനമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ള നല്ലതെടുത്തു, മോശം എടുക്കണ്ട. വ്യത്യാസം നമുക്കതിൽ യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക. അപ്പോൾ ദൈവം എന്ന് പറയാം. ഇപ്പോൾ വേൾഡിൽ ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ ദൈവവിശ്വാസിയാണ്. ദൈവത്തെ പറ്റി പറയുമ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്ന എന്തോരാളുണ്ട്? തീർച്ചയായിട്ടും. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് സത്യമെങ്കിൽ ഈ ആളുകൾ എവിടെയുണ്ട്, ജീവിക്കുന്നുണ്ട്. ഇനി ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് പോകും, അവിടെ ക്രിസ്തു, പിന്നെ ഇസ്ലാം, ഹിന്ദു തീർന്നിട്ടില്ല. അതൊരു ലീഡിങ് എന്ന് മാത്രമേ ഉള്ളൂ. എണ്ണിത്തീരാൻ പറ്റാത്തത്ര
മതവിഭാഗങ്ങളുണ്ട്. ഇനി ക്രിസ്ത്യാനിയിലേക്ക് ഷോർട്ടൺ ചെയ്യും, അവിടെയും ഉണ്ട് 100 കൂട്ടം. വ്യത്യാസം മനസ്സിലായോ? അപ്പം ഒരു ശരിയെന്ന് മാത്രം നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്ട്രീം, ഇപ്പം മെഡിസിൻ എടുത്തോ, മോഡേൺ മെഡിസിൻ, എല്ലാം മോഡേൺ മെഡിസിനാണെന്ന് പറയാൻ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നു. ഹോമിയോയിൽ മുഴുവൻ ശരി മുഴുവൻ തെറ്റെന്ന് പറയുമ്പോൾ ഒന്നിലും മുഴുവൻ ശരി എന്ന് പറയാൻ പറ്റുന്നില്ല എന്നതിന് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചുകൊണ്ട് അതിലെ നല്ലതും നമുക്ക് ഉപയോഗവും സമൂഹത്തിന്, ഞാൻ എല്ലാവരോടും പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഹാംഫുൾ ആവരുത്, മറ്റുള്ളവർക്ക് ഹാംഫുൾ ആവരുത്, എന്തും ചെയ്യാം. സിമ്പിൾ. നമുക്കത് ദോഷം ഉണ്ടാവരുത്. വെറുതെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, നമുക്കത് ദോഷമാണ്. നമ്മുടെ സമയം പോകുന്നു, നമ്മുടെ കരിയർ പോകുന്നു, നമ്മൾ ഒച്ചയിൽ പാട്ട് വെക്കുന്നു, മറ്റുള്ളവർക്ക് ദോഷമാണ്. ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്കും ദോഷം ചെയ്യരുത്, മറ്റുള്ളവർക്കും ദോഷം ചെയ്യരുത്, ജീവിതത്തിൽ എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതിന് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വാശി പിടിക്കാതിരിക്കുക. NLPക്ക് ദോഷമുണ്ട്, നിങ്ങൾക്കത് ദോഷം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. പക്ഷേ സയൻറ്റിഫിക്കലി വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് NLP എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം ഏത് ലെവലിലുള്ള ആളുകൾ എടുത്തു നോക്കിയാലും കുറേ പേരൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്താ അവിടെ ചെയ്യുന്നത്. ഒരു മാനിപ്പുലേഷൻ അവിടെ ഇല്ല. നമ്മുടെ തോട്ട്സിനെ കറക്റ്റ് ചെയ്യുന്നത് നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഈ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോസസ്സിൽ എന്ത് മാനിപ്പുലേഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുക. വൈ ഇറ്റ്സ് കോൾഡ് സ്യൂഡോ സയൻസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതിന് എവിഡൻ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അന്നയുടെ ഒരു പ്രോസസ്സല്ല വേറൊരാൾക്ക് വരുന്നത്. ഇപ്പോൾ എന്ത് തിയറീസും ഒരു ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലല്ലേ പരീക്ഷണം നടത്തുന്നുള്ളൂ. ഒരു സാമ്പിളിനെ എടുത്ത് ടെസ്റ്റ് ചെയ്യും. ഈ സാമ്പിൾ ഇങ്ങനെ ആയതിനാൽ മറ്റുള്ളവരും ഇങ്ങനെ പെരുമാറാം. ഇതല്ലേ സൈക്കോളജിയിൽ എല്ലാ തിയറി. അപ്പം അത്തരത്തിൽ എവിഡൻ്റ് ആയിട്ട് സാധനം കൊണ്ടുവരാത്തോണ്ടുള്ള ഒരു വിളി എന്നല്ലാതെ അതിലൊരു ഫാക്റ്റും ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഫീലിംഗ്, എക്സ്പീരിയൻസ്. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് കേട്ട ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശം. കേട്ടുകൊണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഒരുപാട് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമായ ഒരു കാര്യമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, NLP. സോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മോടൊപ്പം പറഞ്ഞു തരാൻ എത്തിയിട്ടുള്ളത് ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ചും ഓതറുമായിട്ടുള്ള ആന്റണി ജോയ് സാറാണ്. സാർ, നമ്മളിനി ഈ ഒരു പാഷൻ പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കാര്യത്തിലേക്ക് ഒന്ന് പോയാലോ? തീർച്ചയായിട്ടും. ശരിക്കും NLP എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടോ, കുറേ നേരമായി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇതിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. പ്രൊഫഷണലി NLP ട്രെയിനർ ആകാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് അറിയാം. അതെങ്ങനെയാണ്? അതായത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഒരു സിംഗിൾ ഓർഗനൈസേഷനൊരു കൺട്രോളിങ് അതോറിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമില്ല. പല സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം, ഈ ട്രെയിനർ, ലൈഫ് കോച്ച് അല്ലെങ്കിൽ എന്താ പറയുക മെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു മേഖലയായി മാറുന്നുണ്ട്. അതിനും ഒരു കൺട്രോളൊന്നുമില്ല. അതായത് ഞാൻ പെർഫെക്റ്റ്, മറ്റുള്ളവർ മോശം എന്നൊരു അർത്ഥം അതിലില്ല. എൻ്റെ കാര്യം വിലയിരുത്തേണ്ടത് കേൾക്കുന്നവരും മറ്റുള്ളവരുമാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യത്തിന് നമുക്കൊരു ഒതൻറ്റിസിറ്റി വേണം, ക്ലാരിറ്റി വേണം, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ബേസ് വേണം, നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, അത് അനലൈസ് ചെയ്യാനുള്ള കഴിവ് വേണം, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് അവരുടെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റണം, നമുക്ക് കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഒരു അർത്ഥത്തിൽ ട്രാപ്പിലാക്കണം. എങ്ങനെ ട്രാപ്പിലാക്കണം? ഇപ്പം എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ സൊല്യൂഷൻ വേണം, പക്ഷെ പ്രശ്നങ്ങൾ പറയൂല. ഇതാണ് പൊതുവിലുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. പക്ഷേ ആ പ്രശ്നങ്ങൾ നാക്കിൽ പറയണം. അതിനെയാണ് ഞാൻ ട്രാപ്പ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ, നെഗറ്റീവ് മീനിങ് അല്ല. അവര് സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം അറിയാം, റിയൽ ഉത്തരം എന്താണ്, ഐഡിയൽ ഉത്തരം, നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളതല്ല. നമ്മൾ ഈ ഐഡിയൽ ഉത്തരങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യം നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ഐഡിയൽ ഉത്തരം. 10ാമത്തെ ചോദ്യത്തിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. നമ്മൾ അവിടെ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിന് ക്രോസ് ആവും. അതുകൊണ്ടാണ് പലതും ഈ സൈക്കോമെട്രിക് അനാലിസിസൊക്കെ വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് ഫോം ചെയ്യുക, അതിൻ്റെ ടെസ്റ്റും സാധനങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി സ്വയം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മളൊരു പ്രൊഫഷന് വേണ്ടി മാത്രം ഇത് എടുക്കരുതെന്നാണ് ഞാൻ പറയാം. കാരണം ട്രെയിനേഴ്സ് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിർഭാഗ്യവശമായിട്ടും ട്രെയിനേഴ്സ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ട്രെയിനേഴ്സിനൊന്നും കുറ്റം പറയില്ല, പ്രശ്നം ഉണ്ടാക്കുന്നവർ മാത്രമേ പറയുന്നുള്ളൂ. അത് ഓവർ ഫീഡിങ് ആവുന്ന സമയത്ത് ഒരു സാച്ചുറേഷൻ ആളുകൾക്ക് ഫീൽ ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ 2 സിനിമയ്ക്ക് അടുപ്പിച്ച് പോയി, രണ്ടും പൊട്ടി. മൂന്നാമത്തെ സിനിമയ്ക്ക് നമുക്കൊരു ചടപ്പ് ഫീൽ. ഇതേ ഉള്ളൂ ഞാൻ പറഞ്ഞത്.
ട്രെയിനിങ് രണ്ടെണ്ണം പോയി ഒരു ക്വാളിറ്റി അതിൽ കിട്ടുന്നില്ലെങ്കിൽ ആളുകൾ പറയും ട്രെയിനിങ് കൊണ്ട് ഗുണമില്ല. ആ വ്യക്തിയുടെ ട്രെയിനിങ് നല്ല പറയും. ഇപ്പം എൻ്റെ ട്രെയിനിങ്ങിന് എന്നെ വന്നു, തല്ലിപ്പള്ളി ട്രെയിനിങ് ആയി, രണ്ടാമത് ട്രെയിനിങ്ങിന് വന്നു, മൂന്നാമതൊരു ട്രെയിനിങ് ഒരാൾ പറയുമ്പോൾ എൻ്റെ ട്രെയിനിങ്ങിന് പോയി. എന്നെ അവിടെ ചിലപ്പോൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. ട്രെയിനിങ് എന്നൊരു സാധനമാണ് മെൻഷൻ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പേഴ്സണൽ ക്വാളിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു കമ്പാഷൻ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവുക, ഒരു എംപതറ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നമുക്ക് മറ്റുള്ളവരെ ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക. ഉപദേശമല്ല ട്രെയിനിങ് എന്നൊരു സാധനമുണ്ട്. നമ്മളിവിടെ മോട്ടിവേഷൻ ടോക്കും ട്രെയിനിങ് വ്യത്യാസമുണ്ട്, മോട്ടിവേഷൻ ടോക്കും ട്രെയിനിങ് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ട്രെയിനിങ് അവിടെ. ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ കൂടെ നടന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഉപദേശിക്കല്ല, ഉത്തരം കണ്ടെത്താൻ അവരെ പ്രേരിപ്പിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. സോ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി NLPയെ പറ്റി നമുക്ക് അറിയാനുണ്ട്, കേൾക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതിനൊക്കെയുള്ള സമയവും അതുപോലെ ചോദ്യങ്ങളുമായിട്ട് ഞാനിവിടെ ഉണ്ട്. ആൻഡ് ഉത്തരം നൽകാനായിട്ട് നമ്മുടെ സ്വന്തം ആന്റണി സാറും കൂടെ ഉണ്ട്. കേട്ടോണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ആണ്. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇങ്ങനെ നമ്മൾ ഇന്ന് NLPയിലൂടെ കുറേ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പറന്ന് നടന്ന് കണ്ട് ഇപ്പൊ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് പാട്ടിന് ശേഷം. സോ നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ച് ആൻഡ് ഓതർ ആയിട്ടുള്ള ആന്റണി സാറാണ്. സാർ, ഇനി പൊതുവെ നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പരീക്ഷിക്കാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിനൊന്ന് കാമാക്കാനായിട്ട്, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം NLP ടെക്നിക് എന്നുള്ളതിനേക്കാളുപരി ആ NLP ടെക്നിക്ക് നമുക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമുള്ളതുകൊണ്ട് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ശീലിക്കേണ്ട നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഡോസ് എന്നൊരു വാക്ക് ഓർത്തിരിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഹോർമോൺസ് ആണ്: ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ. ഡോസ് എന്ന് ഓർത്താൽ മതി. ആ 4 വാക്കിലെല്ലാം ഉണ്ട്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഈ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പണി എന്താ? സ്ട്രെസ് ഹോർമോണിനെ കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയും, അപ്പോൾ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് പോലും നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓഫീസിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ല സിപ്പായിട്ട് അത് എൻജോയ് ചെയ്ത് കുടിക്കുമ്പം ആ ഒരു ടൈം കിട്ടും, നമുക്കൊന്ന് പോസ് ചെയ്യും, നമ്മളൊന്ന് നല്ല സെറ്റിലാവും. ആ വെള്ളം ഉള്ളിലേക്ക് മെല്ലെ ചെല്ലുമ്പോൾ പിന്നെ ഒരു പാട്ട് കേൾക്കാൻ പറ്റുമ്പോൾ. ഇനി ഇല്ലെങ്കിൽ ഈ ഡോസ് മുഴുവൻ നമുക്ക് പ്രാക്ടിക്കലി ഒരു അഭിനന്ദിക്കാൻ വേണ്ടി പറ്റുക, നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു സമയമാണ് ഗോളുകൾ ചെറിയ ഗോളാക്കി സെറ്റ് ചെയ്യുക. നമ്മൾ വലിയൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ ചങ്കായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ വീട് വൃത്തിയാക്കാനുണ്ട്, അതാണ് നമ്മുടെ ഒരു ഗോള്. ഈ വീടിനൊരു 10-25 ഭാഗമായിട്ട് മെൻ്റലി ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ബാത്റൂം ആണെങ്കിൽ 3-4 ഭാഗമായിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, എന്നിട്ടൊരു 25 ഭാഗമായിട്ട് എഴുതി വെച്ചു, എന്നിട്ട് നമ്മൾ തറ കൊടുത്തുടച്ചു ടിക്ക് ചെയ്യുക. അപ്പൊ നമ്മളെ ഫീലിംഗ് എന്താണ്? ഒന്ന് കംപ്ലീറ്റ് ചെയ്തു, ബാക്കി 24 ഉള്ളൂ. ഈ അക്കംപ്ലിഷ്മെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ. ഇങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതുന്നതിന്റെ ഗുണം അതും കൂടി ഉണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മറന്നുപോയില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. ടു ഡു ലിസ്റ്റ് എഴുതുമ്പോഴുള്ള ഗുണം 10 കാര്യം നമുക്കന്ന് ചെയ്യാനുണ്ട്, ഒന്ന് ചെയ്തു വെട്ടി. അപ്പം നമുക്ക് ഫീൽ ചെയ്യും ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതിൽ ഡോപ്പമൈൻ റഷ് നമുക്ക് ക്രിയേറ്റ് ആവും. പിന്നെ ഓക്സിറ്റോസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് പാറ്റ് ചെയ്യുമ്പം അല്ലെ ഒന്ന് ഹഗ് ചെയ്യുമ്പം ഒന്ന് ടച്ച് ചെയ്യുമ്പം വാക്കുകൾ കൊണ്ട് പോലും ഒന്ന് കരുതുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഹോർമോണാണ്. ഇതൊരു ബോണ്ടിങ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. സെറട്ടോണിൻ എന്ന ഹോർമോൺ ഒന്ന് ചിരിക്കുന്ന സമയത്ത്, പുഞ്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിൻ. ഇത് ഇപ്പം മാത്രമേ ഉണ്ടാവൂ എന്നല്ല പറയണത്, ഈ ഹോർമോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്തുണ്ടാവും. പക്ഷേ ഒരു പ്രധാന ഒരു പോയിന്റ് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ചിരിക്കുമ്പം സെറട്ടോണിൻ മാത്രം, അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ മാത്രം, അങ്ങനെയൊന്നുമല്ല. ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതിന് നമുക്കൊരു നാടൻ ഭാഷയെ മനസ്സിലാവാൻ വേണ്ടി ഇത് മാത്രം എന്ന് പറയുന്നു. നിങ്ങൾ സെർച്ച് ചെയ്ത കുറേ എന്താ പറയുക ഈവൻസുകളും സിറ്റുവേഷൻസും കാണാം. ഈ 4 എണ്ണത്തിന് ഹാപ്പി ഹോർമോൺ, ശരിക്കും ഇത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്, ഹാപ്പി ഹോർമോൺ എന്ന വിളിപ്പേരിൽ വിളിക്കുന്നു. എൻഡോർഫിൻ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുന്ന സമയമാണ്. എക്സസൈസ് അത് ഹാപ്പി ആയിട്ടുള്ള ബോഡി മൂവ്മെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്നത്. ഇതൊക്കെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ സ്ട്രെസ് ഹോർമോണിനെ സപ്രസ് ചെയ്യും. അതുകൊണ്ടാണ് ചിരിച്ചാൽ ആയുസ് കൂടും എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു സയന്റിഫിക് റീസൺ ഉണ്ട്. ചിരിക്കുമ്പോൾ സ്ട്രെസ് കുറയും, സ്ട്രെസ് കൂടി ആയുസ് കുറയും. ഈവൻ ഷുഗർ പോലും ഉണ്ടാവാൻ ഒരു കാരണം സ്ട്രെസ് ഉണ്ട്. ശരിയാ. അത് ഡീറ്റെയിലേക്ക് കേൾവിക്കാരുടെ സെർച്ചിങ്ങിന് വേണ്ടി വിടുന്നു, എങ്ങനെയാണ് സ്ട്രെസ് കൊണ്ട് ഷുഗർ ഉണ്ടാവുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സൈക്കോസൊമാറ്റിക് ആൻഡ് സൊമാറ്റോഫോം ഡിസീസ് എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ കൊണ്ട് ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
ഓക്കെ. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്താന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓൺലി ടെൻഷൻ കൊണ്ട് മാത്രം നമുക്ക് ഒത്തിരി അസുഖം. എക്സാമ്പിൾ പറയാം, ടൂറ് പോകാൻ വേണ്ടി തീരുമാനിച്ചു, നമുക്കൊരു ചെറിയ പനി തലേദിവസം ഉണ്ട്, പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പനി കൂടുകയോ കുറയോ? ഉറപ്പായിട്ടും കുറയും. എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പറയാണ് പനിയല്ലേ പോണ്ടേ, എവിടെ പനി, എന്ത് പനി, അപ്പോൾ അതേസമയം നമുക്ക് പ്രോബ്ലം ഉള്ള എന്തെങ്കിലും ഒരു ഭയങ്കര റിസ്ക് ആണ്, നമുക്ക് ചടപ്പുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും ട്രാവൽ നമ്മളോട് പോകണം എന്ന് പറഞ്ഞു, നമുക്ക് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പനി, ചെറിയൊരു പനിയാണ്, നമുക്ക് പിറ്റേ ദിവസത്തേക്ക് പനി എന്താവും? കൂടും. വീട്ടിൽ നിന്ന് പറയും, പനിയാണ്, സത്യത്തിൽ പനി ഉണ്ടാവും. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് കൊണ്ട് ശരീരത്തിൽ അനുഭവപ്പെടുന്ന അസുഖങ്ങളാണ്. മെഡിസിൻ കഴിച്ചാൽ ചിലപ്പോൾ മാറുമല്ല. പല ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, പലതും, എല്ലാം എന്നല്ല പറയുന്നത്, ഇതൊരു മെഡിക്കൽ ടൈം ആയിട്ട് മാത്രം എടുക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നാൽ ഡോക്ടറെ അടുത്ത് പോവുക, പക്ഷേ കൂടെ ഇതും കൂടെ ഒന്ന് കരുതുക, എൻ്റെ സ്ട്രെസ് ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, സ്ട്രെസ് എഫക്ട് ചെയ്യുന്നുണ്ടോ, എനിക്ക് സ്കിൻ ഡിസീസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ടോ, ഇങ്ങനെ 100,000 കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും എന്തൊക്കെയാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നുള്ളത്. അത് സെർച്ച് ചെയ്യാതിരിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. സൊമാറ്റോഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അനുഭവിക്കും. അതിനാണ് സൊമാറ്റോഫോം എന്ന് പറയുക. ഇതിൻ്റെയൊക്കെ കാരണം കുറയ്ക്കാനായിട്ടുള്ള സിമ്പിളായിട്ട് ആങ്കറിങ് മെത്തേഡ്സുകളുണ്ട്. അതുപോലെ ബ്രീത്തിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് സ്ട്രെസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണൊക്കെ ഒന്ന് അവിടെ വെച്ച് 5 മിനിറ്റ് ഒന്ന് ഒരു ബ്രിസ്ക് വാക്ക് നടത്തി, അല്ലെങ്കിൽ ഒരു കാമായിട്ട് നമ്മൾ ബോഡി ഒന്ന് കാമാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബോഡി ആൻഡ് മൈൻഡ് ആർ സെയിം പാർട്ട് ഓഫ് ദ സിസ്റ്റം. ബോഡി കാമാവുന്ന സമയത്ത് മൈൻഡ് ഓട്ടോമാറ്റിക്കലി കാമാവും. കിട്ടിയെന്ന് വിചാരിക്കണം. എന്തായാലും നാച്ചുറൽ പെയിൻ കില്ലേഴ്സിന് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറാറ്റോണിൻ, പൊളിച്ചു. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിൽ ഞാനൊരു പാട്ടിലേക്ക് അങ്ങോട്ട് പോവാം. ബാക്കി സന്തോഷം പാട്ടിന് ശേഷമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കേട്ടോണ്ടിരിക്കും സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് NLP എന്ന് പറയുന്ന വലിയൊരു ഏരിയയെ ചെറിയ ചെറിയ ടാബ്ലറ്റ്സുകളായിട്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരാളാണ് നമ്മുടെ സ്വന്തം ആന്റണി സാർ. സാർ നമ്മുടെ ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ്, അതുപോലെ തന്നെ ലൈഫ് കോച്ചും ഓതറും ഒക്കെയാണ്. നമ്മൾ തുടക്കത്തിലേ സാറിന്റെ പുസ്തകത്തെ പറ്റിയും അതുപോലെ സാറിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ സാറിന്റെ ആ ഒരു ലൈഫ് സ്റ്റോറിയെ പറ്റിയൊക്കെ കേട്ടപ്പോൾ ഉറപ്പായിട്ട് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനൊക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്ടമൊക്കെ NLPയോട് വന്നിട്ടുണ്ടാവും. അതെ സാർ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഷോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാവുന്ന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ വേഗം സമയം പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു പേഴ്സണലി. ഞാനൊരു ക്ലാസ്സിലേക്ക് അതിലും ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഓറയുണ്ട്. നിലനിർത്താൻ ദൈവം എന്നെയും ഒക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വീടുകളിൽ നമുക്ക് ചെല്ലുമ്പോൾ, ഓഫീസുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ആവും. അവർ പറഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ ചില കുടുംബക്കാരെ വീടായിരിക്കും, സുഹൃത്തിൻ്റെ വീടായിരിക്കും, ആ തിണ്ണയിലല്ലേ കോലായിൽ അല്ലെങ്കിൽ മുറ്റത്ത് അല്ലെങ്കിൽ ആ ജസ്റ്റ് ഡൈനിങ് ഹാളിൽ അല്ല മീൻസ് ആ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു പോരും. ചില വീടുകളിൽ ചെന്നാൽ നമ്മൾ നേരെ അടുക്കളയിൽ പോകും. അടുപ്പ് പാത്രത്തിൽ കയറിയിരുന്ന് ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ പാത്രം പൊക്കി എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിച്ച് ആ ഫീലിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് അവർ ആ ക്രിയേറ്റ് ചെയ്യുന്നൊരു പോസിറ്റിവിറ്റി എന്നൊരു സംഭവമാണ്. ഞാനിത് പറഞ്ഞത് എന്നെ പുകഴ്ത്താൻ വേണ്ടിയോ നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മളുടെ ചുറ്റിലും നമുക്ക് ഈ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് സയന്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ തെളിയിക്കാൻ പറ്റും? ദർ ഇസ് നോ വേ. നമുക്ക് പലരോട് ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിൽ 10 പേര് നിന്ന് സംസാരിക്കുകയാണ്, നമുക്ക് വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ പോകാമെന്ന് വിചാരിക്കുമ്പോൾ ചില ആൾ വരും, പിന്നെ 1 മണിക്കൂർ നമ്മൾ സംസാരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? അതേസമയം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഒരു 1/2 മണിക്കൂർ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ചില ആളുകൾ വരും, നമ്മൾ അപ്പം ഡിസ്പേഴ്സ്ഡ് ആവും. നമുക്ക് പണിന്റെ പണി. കാരണം ഇയാൾ വന്നത് ഇയാളുടെ ഒരു ഓറ എന്ന് പറഞ്ഞാൽ, ഇയാളുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നമ്മളെ നെഗറ്റീവ് നിറയ്ക്കുന്നതാണ്, മറ്റേ ആളുടെ ശൈലി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നിറയ്ക്കുന്നതാണ്. ഈ സമയം പോകാതിരിക്കാൻ കാരണം ഇറ്റ്സ് യുവർ പോസിറ്റീവ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു പോസിറ്റീവ് കാര്യം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാണ്. കേട്ടോണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഒരുപാട് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമായ ഒരു കാര്യമാണ്
ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP. സോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മോടൊപ്പം പറഞ്ഞു തരാൻ എത്തിയിട്ടുള്ളത് ആഗ്നസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, അതുപോലെ ലൈഫ് കോച്ചും ഓതറുമായിട്ടുള്ള ആന്റണി ജോയ് സാറാണ്. സർ, നമുക്ക് ഉറപ്പായിട്ടും NLPയെ പറ്റി കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞു, കേട്ടു, മനസ്സിലാക്കി. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ കോസ്റ്റ് വരുന്നത്? അപ്പോൾ ഫീസിൻ്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ 3 ദിവസമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുക. റെസിഡൻഷ്യൽ പ്രോഗ്രാം 1 ഡേ പ്രോഗ്രാമും 2 hour പ്രോഗ്രാമും ഓൺലൈനൊക്കെ വേറെ ഉണ്ട്. ഞാൻ 3 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൻ്റെ കാര്യമാണ്. റെസിഡൻഷ്യൽ ആവുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അവിടെ താമസിക്കണവർ വൈകുന്നേരം വീട്ടിൽ പോയിക്കോട്ടെ. നടത്തുന്ന പ്രോഗ്രാമിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് വിടില്ല, അവിടെ തന്നെയാണ്. പ്രോഗ്രാമിൻ്റെ ട്രെയിനിങ് ഫീസ് 12,000 രൂപയാണ്. 2025 വില വിവരമാണ് ഈ പറയുന്നത്. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് 2025, കാരണം ഇതും കൂടാൻ വേണ്ടി പോവാണ്. കാരണം ഒരു 4 star ഹോട്ടലാണ് നമ്മൾ സ്റ്റേ കൊടുക്കുന്നത്. 2 ദിവസത്തെ സ്റ്റേ, അത് കാര്യങ്ങളൊക്കെ അക്കോമഡേറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ചോദിക്കും ഫ്രീ എന്ന് പറയുന്നത് എന്തിനാ പൈസ മേടിക്കുന്നല്ലേ? അത് ട്രെയിനിങ്ങിനുള്ള ഫീസാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഈസ് കോംപ്ലിമെൻ്ററി. ഓക്കെ, ഫുഡ് ആൻഡ് അക്കോമഡേഷന് വേണ്ടിയല്ല വരേണ്ടത്. 4 star താമസിക്കാം, പൂളിൽ ചാടാം, ഇതൊന്നുമല്ല. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. 12,000 രൂപയാണ് അതിൻ്റെ ഫീസ്. പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഫീസ് 12,000. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാറ്റ് ഒരുപാട് ആളുകളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിലേക്ക്, അതാണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അവരുടെ ഉള്ളിലേക്ക് അവർക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു ഡോസ് എൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ട്. ഞാനപ്പോൾ ഡോസിനെ കയ്യിൽ കരുതാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മൾ ലൈഫിനെ വളരെ ലൈറ്ററായിട്ട് കാണാം. നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്നവരോടൊക്കെ ചിരിക്കുക, പക്ഷേ പ്രൂഡൻ്റ് ആയിരിക്കുക. ചിരിയുടെ പിന്നിലെ വഞ്ചന തിരിച്ചറിയണം. ഇപ്പം നമ്മളൊരാൾക്ക് നമ്പർ കൊടുക്കുന്നത്, ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി, നമ്പർ കൊടുത്തുകൊണ്ട് ഒരു അപകടം വരാൻ പോകുന്നില്ല. ആ നമ്പറിലേക്ക് വരുന്ന മെസ്സേജിലുള്ള ചതി തിരിച്ചറിഞ്ഞിട്ട് പെരുമാറാൻ നമുക്ക് പറ്റണം. നമ്മളിപ്പോൾ ഒരാളോട് ചിരിച്ചു, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അയാൾ ചിരിച്ചടുത്തേക്ക് വന്നു കഴിയുമ്പോൾ, അത് ആണായാലും ശരി പെണ്ണായാലും ശരി, ജെൻഡറൊന്നും അവിടെ പ്രശ്നമില്ല. അയാൾ എന്നെ ചതിക്കാനാണോ, അയാളുടെ പേഴ്സണാലിറ്റി എന്താണ്, അത് തിരിച്ചറിയാനുള്ള പ്രൂഡൻസ് നമുക്ക് ഉണ്ടാവണം. അല്ലാതെ പേടിയോടുകൂടി ഗൗരവത്തിൽ കാണിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യം, നമ്മുടെ സ്ട്രെസ് കൂടുന്നുള്ളൂ. വളരെ ലൈറ്റായിട്ട് ജീവിതത്തിൽ എടുക്കാൻ പറ്റുക. കേട്ടതിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പം മരിച്ചു നമുക്ക് ഒരു പിടിയില്ലാത്തതുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റട്ടെ. കൂടുതൽ ആളുകൾക്ക് സന്തോഷം ഉണ്ടാവട്ടെ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. ഈ ഒരു ഭാഗമാകാൻ പറ്റിയുള്ള സന്തോഷം തീർച്ചയായിട്ടും പ്രകടിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഉയരയിലൂടെ കേട്ടത് NLP, അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ പറ്റിയും, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയിട്ടും, കൂടെ കുറേയധികം റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളെ പറ്റിയിട്ട് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു ഷോ എത്തിയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ ഏറ്റവും ഹാപ്പി ആക്കിയതിന് സാറിന് ഒരുപാട് താങ്ക്സ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറയാണ്. ഒപ്പം സർഗക്ഷേത്ര ഫാമിലിയിൽ നിന്നോട്ടോ. കേട്ടിരുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ സർഗക്ഷേത്രയ്ക്കും ഒത്തിരി നന്ദി. കൂടുതൽ ഉയരങ്ങളിലേക്ക്, പേര് പോലെ തന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എല്ലാ പ്രോഗ്രാമുകളും എത്തട്ടെ. ദൈവാനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കും. കലക്കൻ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൂടെയുള്ളത് അന്നയായിരുന്നു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.